മഹാഗുരുചരണം 2025 ജൂൺ മാസം 21-ാം തീയതി ശനീശ്വരൻ്റെ ദിവസവും അന്താരാഷ്ട്ര യോഗ ദിനവുമായ ഇന്ന് രാത്രി 10:45 കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ കാണുന്ന ഈശ്വര ചൈതന്യങ്ങൾക്ക് എല്ലാവർക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഞാൻ ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ് തിരുവണ്ണാമല, ശ്രീരംഗം, പഴനി ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ് ഇന്നലെ രാത്രി 8 മണിയോടെ തിരിച്ചെത്തി. പിന്നെ ഇന്ന് ആ 4-5 ദിവസം വീട്ടിലില്ലാത്തതിൻ്റെ ആ തിരക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ മറ്റ് വീഡിയോകൾ ചെയ്യാത്തത്. പക്ഷേ തിരുവണ്ണാമലയെ വെച്ച് ഗിരിവലം വീഡിയോയും പഴനിയിലെ വീഡിയോയും ശ്രീരംഗത്തെ വീഡിയോയും, അതിൽ തിരുവണ്ണാമല, പഴനി അതിലെ കുറേ എണ്ണം ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. ഈ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം ചിലരുടെ ആവശ്യമനുസരിച്ച് പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. തിരുവണ്ണാമല ഗിരിവലം 18/6/2025 ശ്രീരംഗം 19 അതുപോലെ പളനി 20 എന്നുള്ള ഡേറ്റിലും ഞാൻ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗിരിവലം കാര്യം കുറേയധികം ചേച്ചിമാർ, അത് കുറേയധികം, ഞാൻ പേര് പറയുന്നില്ല, കുറേയധികം ചേച്ചിമാർ വ്യക്തിപരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ആ ഗിരിവലം ഇട്ടതിൽ വളരെ സന്തോഷം കാണിച്ച് അന്ന് ആ ക്ഷേത്രങ്ങൾ മാത്രമാണ്, അഷ്ടദിക്പാലക ലിംഗക്ഷേത്രങ്ങളാണ് കാണിച്ചത്. ഈ പ്രാവശ്യം 70% കവർ ചെയ്തിട്ടുണ്ട് ഗിരിവലം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചിലർ അത് ഒന്നാമത്തെ ഭാഗം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യുക എന്നൊക്കെ ഇത് ചെയ്തത് കൊണ്ടാണ് പ്ലേലിസ്റ്റ് ആക്കിയിരിക്കുന്നത്. അതും എങ്ങനെ ചെയ്യണമെന്ന് ഇന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് എല്ലാവരും കാണുക. ദയവ് ചെയ്ത് സമയ സൗകര്യമുള്ള എല്ലാവരോടും പറയുന്നില്ല, അത് കാണണം എന്നുള്ളവർ. കാര്യം അതൊരു എനർജി കണക്ഷൻ കിട്ടും. തിരുവണ്ണാമല ഗിരിവലം കാണുക, അത് കഴിഞ്ഞ് പഴനി ഗിരിവലം കാണുക. കാര്യം രണ്ടും അതൊരു എന്തോ നിയോഗമാണ് ഇത് രണ്ടും ചെയ്യാനുള്ളത് കിട്ടിയത് കേട്ടോ. പഴനിയിൽ ഓം ഗിരിവലമാണെന്ന് പറയുന്നു. അപ്പോൾ തിരുവണ്ണാമല പോയി വന്നു, അത് ഓംകാര പൊരുൾ, അതിൻ്റെ രഹസ്യം മഹാദേവന് പറഞ്ഞു കൊടുത്തതാണ്, അച്ഛന് പറഞ്ഞു കൊടുത്ത ആളാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ തിരുവണ്ണാമല പോയി വന്നു കഴിഞ്ഞിട്ട് ആ മീനാക്ഷി ക്ഷേത്രത്തിലെ ആ പുരോഹിതനാണ് അവിടെ പാദഗണപതി, മീനാക്ഷി ദേവി, അത് കഴിഞ്ഞിട്ട് പഴനി ഗിരിവലം ചെയ്തിട്ട് ആവണംകുടി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അത് ഓം ആകൃതിയിൽ ഗിരിവല ആകുന്നു എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ആരും പറഞ്ഞ് ഞാനത് കേട്ടിട്ടില്ല. അപ്പോൾ അതിൽ എന്തോ നിയോഗങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അത് കുറേ പേർക്ക് അതിൻ്റെ എനർജി കണക്ഷൻ ആകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എല്ലാവരും വീഡിയോസ് കാണുക, സങ്കല്പങ്ങളെല്ലാം നിങ്ങൾ മനസ്സാ സ്വീകരിക്കുക, തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നാളെ ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ രാവിലെ 7:00 പോയാൽ രാത്രി 8:30 വരുള്ളൂ. അപ്പോൾ നാളെ വീഡിയോ ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ എല്ലാവരും ബാക്കി വീഡിയോസ് ഗിരിവലം രണ്ടും ദയവ് ചെയ്ത് കാണാൻ പറ്റുന്നവർ കാണുക. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാളെ തിങ്കളാഴ്ച നോക്കട്ടെ, ഞാൻ ടെലഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യണത് അന്ന് ചെയ്യാൻ ശ്രമിക്കാം. കാര്യം അതും ടെക്നിക്കലി പഠിക്കേണ്ട കാര്യമുണ്ട്, എങ്ങനെയാണ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് കഴിയാവുന്ന നാളെ യാത്രകളിൽ സമയം കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും പഠിക്കാം. പിന്നെ ചിലയിടത്തേക്ക് യാത്രയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വരുന്ന വഴിക്ക് പാലക്കാട് കയറിയാൽ വന്നത്. അഗ്രഹാരത്തിലൊരു ചേച്ചിയുണ്ട്, സുജാത ചേച്ചി. ആ ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ വേറെ 3 പേര് കൂടി കാണാൻ വന്നിരുന്നു. അപ്പോൾ അവിടെ തന്നെ വന്ന് പരിചയമുള്ള ശ്രീമതി ഷേർലി, അതുകൂടാണ്ട് അവരുടെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അതുകൂടാണ്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്ന് പരിചയപ്പെട്ട ഒരാൾ കൂടി സുജാത ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ 4 പേരെ ഇന്നലെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയുള്ളവരെ കാണാം എന്നുള്ളൊരാഗ്രഹമുണ്ട്, സമയ സൗകര്യം വെച്ച്. അപ്പോൾ അത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങാൻ സാധിച്ചാൽ അതിനകത്ത് ആ ഡിസ്ട്രിക്ട് വൈസ് അല്ലെങ്കിൽ ഓരോ സ്ഥലം വൈസ് അതിൻ്റെ ഡാറ്റ എടുക്കാം. സമയ സൗകര്യം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അത് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ക്ഷേത്ര ദർശനങ്ങളുടെ ഗിരിവലത്തിൻ്റെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന ഏവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകുവാനും കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകുവാനും അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന വരുമാന മാർഗങ്ങളിൽ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകണം. അത് ജോലിയാകട്ടെ, ബിസിനസ്സാകട്ടെ, വ്യാപാരമാകട്ടെ, മറ്റ് എന്ത് സാമ്പത്തിക ഇടപാടുകളാകട്ടെ അതിൽ നല്ല വരുമാനം ഉണ്ടാകാനും അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര എല്ലാവരുടെയും കുലദേവത, കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുക്കന്മാർ, പിതൃക്കന്മാരുടെ അനുഗ്രഹത്തിൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, തീർത്ഥയാത്രകളിലാകട്ടെ, അല്ലെങ്കിൽ കളികളിലാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ കളിക്കുന്നിടത്താകട്ടെ, കുട്ടികളുടെ യാത്രകളിലാകട്ടെ, പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കാൻ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ, പോസിറ്റീവായ ആഗ്രഹങ്ങൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും
പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യാനും, ധനം അത് ശരീരവും മനസ്സും സമ്പത്തും കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യാനും, അതിൻ്റെ അനുഗ്രഹം പരാശക്തി പരമാത്മാവിൽ നിന്ന് എല്ലാവർക്കും ലഭിക്കണമെന്ന് 33 കോടി ദേവതകളെ, ത്രിമൂർത്തികളെ, എൻ്റെ ഗുരുക്കന്മാരെ, ഉപാസനാമൂർത്തികളെ എല്ലാം സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ.